മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 27/4/2002 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. ചോതിയാണ് നക്ഷത്രം, ചോതി 1-ാം പാദം. മീന ലഗ്നം, 2-ൽ സൂര്യൻ, 3-ൽ ശനി, കുജൻ, ബുധൻ, ശുക്രൻ, രാഹു, 4-ൽ വ്യാഴം, 5, 6, 7 ഭാവങ്ങൾ ശൂന്യം, 8-ൽ ചന്ദ്രൻ, 9-ൽ കേതു, 10 ശൂന്യം, 11-ൽ ഗുളികൻ, 12 ശൂന്യം. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ലഗ്നാൽ 3-ൽ ശക്തരായിട്ടുള്ള ഒരു കൂട്ടം ഗ്രഹങ്ങളുടെ ഒരു കൂട്ടായ്മ തന്നെ ഉണ്ട്. അഗ്നിമാരുത യോഗവും അവിടെ വരുന്നുണ്ട്. വർഗോത്തമം ചെയ്ത കുജൻ, അതേപോലെ തന്നെ ശക്തനായ ശനി, അതേപോലെ തന്നെ സുഹൃത്തുക്കളായ ബുധൻ, ശുക്രൻ, ഛായാഗ്രഹമായിട്ടുള്ള രാഹു. സഹോദര സ്ഥാനത്ത് നിൽക്കുന്ന ഈ 4 ഗ്രഹങ്ങളും ഒരു ഛായാഗ്രഹവും സഹോദരൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ സഹോദര സ്ഥാനീയരുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ എല്ലാ കാലത്തും ഒരു ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് എന്ന് ആദ്യമേ അറിയുക. അതേപോലെ തന്നെ ഇദ്ദേഹം വ്യാഴ ലഗ്നക്കാരനാണ്. ലഗ്നാൽ 4-ലാണ് വ്യാഴം നിൽക്കുന്നത്. ബുധൻ്റെ ക്ഷേത്രത്തിലാണ് എന്നതൊഴിച്ചാൽ അത്യാവശ്യം നല്ല വ്യാഴം തന്നെയാണ്. പ്രസ്തുത വ്യാഴം തൻ്റെ 5-ാമത്തെ ദൃഷ്ടി 5-ാം ഭാവാധിപനായിട്ടുള്ള ചന്ദ്രനിലേക്ക് കൊടുക്കുന്നുണ്ട്. അത് വളരെ വളരെ നല്ലത് തന്നെയാണ്. മാത്രവുമല്ല, ഇദ്ദേഹത്തിൻ്റെ 10-ാം ഭാവാധിപൻ കൂടാണ് വ്യാഴം. ഇദ്ദേഹത്തിന് നിലവിൽ ജോലിയുണ്ട്, ബിസിനസ് താല്പര്യങ്ങളൊക്കെ ഭാവിയിൽ ഉള്ള ഒരാൾ കൂടിയാണ്. അപ്പോൾ അതിനൊക്കെ ഉതകുന്ന ഒരു ജാതകം തന്നെയാണ് ഇത്. എന്നാൽ ഇതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളും ഉണ്ട്. 11-ലെ ഗുളികൻ, 11-ൽ ഗുളികൻ നിന്നാൽ വളരെ നല്ലത് തന്നെയാണ്. പക്ഷേ 12-ലേക്ക് വരുന്ന ഗുളികൻ്റെ 2-ാമത്തെ ദൃഷ്ടി കൊണ്ട് ചിലവുകൾ ഒരല്പം ശ്രദ്ധയോടെ തന്നെ വേണം കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട്. അബദ്ധങ്ങളിലൂടെ ചിലവുകൾ വർദ്ധിക്കുന്നില്ല എന്നുള്ള ഒരു ചിന്ത എപ്പോഴും അത്യാവശ്യം തന്നെയാണ്. അതേപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ലഗ്നാൽ 2-ൽ ധനസ്ഥാനത്ത് സൂര്യൻ, മേടത്തിലെ സൂര്യൻ നല്ലത് തന്നെയാണ്. പക്ഷേ രാഹുവിൻ്റെ ദൃഷ്ടി വരുന്നത് കൊണ്ട് തന്നെ ഒരു ശ്രദ്ധ ധനപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക്, നേട്ടം പോലെയുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു ശ്രദ്ധ കൊടുത്ത് തന്നെ മുന്നോട്ട് പോവുക. ചില ആളുകളെ കണ്ടില്ലേ, വളരെ അലസമായിട്ട് പണത്തെ കാണുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ അലസത പണത്തിൻ്റെ കാര്യത്തിൽ, ധനം വിനിയോഗിക്കുന്ന കാര്യത്തിൽ, അത് വാങ്ങാനായാലും ശരി അല്ലെങ്കിൽ ചിലവാക്കുന്ന സമയത്താണെങ്കിലും ശരി, വല്ല അലസത നിർബന്ധമായിട്ടും കണിശമായിട്ടും ഇത്തരക്കാർ ഒഴിവാക്കേണ്ടത് തന്നെയാണ്. അതേപോലെ തന്നെ നിലവിൽ ഇദ്ദേഹത്തിന് വ്യാഴദശയാണ് നടക്കുന്നത്. 2032 വരെ വ്യാഴദശ തന്നെയാണ്. അത്യാവശ്യം നല്ല നേട്ടങ്ങളും ഗുണങ്ങളും മെച്ചവും ഒക്കെ സമ്പാദിക്കാൻ, കിട്ടാൻ, ലഭിക്കാൻ ഒക്കെ ഉതകുന്ന രീതിയിലുള്ള ഒരു വ്യാഴം തന്നെയാണ്. മാത്രവുമല്ല ലഗ്നാധിപനാണ്, 4-ൽ നിൽക്കുന്നു, 10-ാം ഭാവാധിപത്യവും വഹിക്കുന്നു എന്ന് പറയുമ്പോൾ വ്യാഴദശ നടക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അദ്ദേഹത്തിന് പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ, പ്രത്യേകിച്ചും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ, വ്യക്തി സംബന്ധമായിട്ടുള്ള ഉയർച്ച സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ എല്ലാം തന്നെ കിട്ടാനുള്ള ഒരു സാധ്യതയും അവിടെ കൂടുതലാണ്. പക്ഷേ ഇദ്ദേഹം നേരത്തെ പറഞ്ഞു, ലഗ്നാൽ 3-ൽ അഗ്നിമാരുത യോഗം ചെയ്ത് കുജൻ, ശനി, ബുധൻ, ശുക്രൻ, രാഹു, ഈ ഒരു കോമ്പിനേഷൻ വരുന്ന സമയത്ത് അതിൽ കുജൻ തന്നെ ശക്തനാണ്. പ്രത്യേകിച്ചും വർഗോത്തമം ചെയ്ത് നിൽക്കുന്ന കുജനാണ്. അങ്ങനെയുള്ളപ്പോൾ ഇദ്ദേഹത്തിന് ഈ ശനി ദശ വരുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളിലും ഈ വ്യാഴം പോലെ സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടായിരിക്കില്ല കാര്യങ്ങൾ പോവുക. അല്പം ടഫാകും, അല്പം ഇറുക്കം അനുഭവപ്പെടുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങൾക്കും മുന്നോട്ട് പോകുന്നതിന് ഒരു വേഗത കുറവ്. അതേപോലെ തന്നെ ഈ രാഹു കുജൻ ശനിയോടൊത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ ശനിയുടെ അപഹാരം, അതേപോലെ തന്നെ രാഹുവിൻ്റെ അപഹാരം, അതിൽ തന്നെ കുജൻ്റെ അപഹാരം, കേതുവിൻ്റെ അപഹാരം പോലെയുള്ള അപഹാരങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകം പ്രാധാന്യം കൊടുത്ത് ആ ഒരു സമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം തന്നെ ഒരു അധിക ശ്രദ്ധ നിർബന്ധമായും കൊടുത്ത് തന്നെ വേണം ഇത്തരക്കാർ മുന്നോട്ട് പോകാനായിട്ട്. ഇപ്പോൾ 3-ലെ ശനി പൊതുവേ വളരെ നല്ലതാണ് ധാരാളം ആളുകൾക്ക്. പക്ഷേ ശനി ഏത് രൂപത്തിൽ ആർക്കൊപ്പം ആരുടെ ദൃഷ്ടിയിൽ നിൽക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വെറുതെ 3-ൽ ശനി നിന്നു എന്നതുകൊണ്ട് ഒരാൾ രാജാവോ മുടി വെച്ച് വാഴുന്ന ഏർപ്പാടോ ഒന്നും ഉണ്ടാവില്ല. ശനി നിൽക്കേണ്ടുന്ന രീതിയിൽ നിന്നാൽ അത് സംഭവിക്കുകയും ചെയ്യും. 3-ലൊക്കെ ശനി നിന്നിട്ട് മുടി വച്ച് തന്നെ വാഴുന്ന ധാരാളം ആളുകളുണ്ട്. പക്ഷേ ഇവിടെ അത് അഗ്നിമാരുത യോഗത്തിൽ ഛായാഗ്രഹമായിട്ടുള്ള ശക്തനായിട്ടുള്ള രാഹുവിനോടൊത്ത് പൊതുവേ 3-ൽ ശനി നിന്നാലും പൊതുവേ 3-ൽ രാഹു നിന്നാലും വളരെ നല്ലത് തന്നെയാണ്. പക്ഷേ ഇത് ഒരുമിച്ച് നിൽക്കുന്നതാണ്, അവിടെ കുജനും കൂടെ ചേരുന്നതാണ് ഇവിടുത്തെ പ്രധാന ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ശനിദശ എല്ലാം മോശമാണ് 19 കൊല്ലവും അങ്ങനെയൊന്നും അതിനർത്ഥമില്ല.
പ്രത്യേകിച്ചും സ്വാപഹാര സമയം ശ്രദ്ധിക്കേണ്ടതാണ്, വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ ശനിയിൽ കുജൻ്റെ അപഹാര സമയം ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ രാഹുവിൻ്റെയും കേതുവിൻ്റെയും അപഹാര സമയങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ബാക്കി ഉള്ള അപഹാരങ്ങളിൽ ഒരു ശ്രദ്ധ കൊടുത്തു പോയി കഴിഞ്ഞാൽ ശനിദശയെ കൂടുതൽ മെച്ചപ്പെട്ടതാക്കാം. മാത്രവുമല്ല, ഇത്തരം ശനിയൊക്കെ നിൽക്കുന്ന ആളുകൾ ആ ഒരു സമയത്ത് സാത്വികമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കി മുന്നോട്ട് പോവുക. ഷോർട്ട് കട്ട്സിനെ ധനം സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടായാലും മറ്റു കാര്യങ്ങൾക്കായാലും നേട്ടങ്ങൾക്കായാലും കുറുക്കു വഴികൾ തേടുന്ന അവസരങ്ങൾ തീർത്തും അവോയ്ഡ് ചെയ്യാൻ, ഒഴിവാക്കാൻ, അവഗണിക്കാൻ നിർബന്ധമായും പരിശീലിക്കേണ്ടതാണ്. പൊതുവെ 5ാം ഭാവാധിപൻ ഒക്കെ ആയിട്ടുള്ള ഗ്രഹം ചന്ദ്രനാവുകയും അത് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയിലൊക്കെ നിൽക്കുകയും ചെയ്യുമ്പോൾ സാത്വികമായിട്ടുള്ള ഒരു ചിന്താഗതിയും കാര്യങ്ങളുമൊക്കെ ഇത്തരം ആളുകൾക്ക് ഉണ്ടാകുന്നതാണ്. പക്ഷേ ഈ ശനി ദശയൊക്കെ നടക്കുന്ന സമയത്ത് രാഹുവും കൂടെ അതിനോടൊത്ത് നിൽക്കുമ്പോൾ രാഹു കുരുട്ടുബുദ്ധികളുടെയൊക്കെ ആശാനാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കുരുട്ടുബുദ്ധി പ്രയോഗിച്ച് നേട്ടങ്ങൾ കൊയ്യുന്നതിനുള്ള സാധ്യതകൾ ഉണ്ടായാൽ തന്നെ കൃത്യമായിട്ട് ആലോചിക്കുക, ദശ നടക്കുന്നത് ശനിയാണ്, കുറുക്കു ബുദ്ധി നല്ല സമയം അല്ല ആ ടൈമിൽ എന്ന്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ശനി വളരെ സ്റ്റബോണായിട്ടുള്ള, വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആളാണ് ശനി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെ എങ്ങനെ പരിഗണിക്കുന്നുവോ ആ ദശയിൽ അദ്ദേഹം അതിൻ്റെ ഗുണം അവിടെ ചെയ്തിരിക്കും. കർമാധിപനാണ്, എന്ത് ചെയ്യുന്നുവോ അതിൻ്റെ മെറിറ്റും ഡിമെറിറ്റും തീരുമാനിക്കുന്ന ആളാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് ശനിയെ കയ്യിലെടുത്ത് വേണ്ടുന്ന രീതിയിൽ പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ 1-2 അപഹാരങ്ങൾ കൃത്യമായിട്ടൊരു ശ്രദ്ധയും കൂടെ കൊടുത്ത് പോയി കഴിഞ്ഞാൽ ശനിദശയെ മനോഹരമാക്കി മാറ്റാൻ സാധിക്കും, സംശയമൊന്നുമില്ല. പ്രത്യേകിച്ച് ലഗ്നാധിപൻ വ്യാഴമായതുകൊണ്ടും അതേപോലെ തന്നെ ചന്ദ്രനിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉള്ളതുകൊണ്ടും 5ാം ഭാവാധിപൻ ചന്ദ്രനായതുകൊണ്ടും ഒക്കെ പ്രത്യേകിച്ചും ഇത്തരം വ്യക്തികൾക്ക് വ്യാഴത്തിൻ്റെ ഒരു അനുഗ്രഹം, വ്യാഴത്തിൻ്റെ ഒരു ബ്ലസ് എപ്പോഴും ഉണ്ടാകും. ഭാഗ്യവശാൽ വ്യാഴം ഇവിടെ മോശം ദൃഷ്ടികളിലോ അതേപോലെ തന്നെ ഗുളിക സാന്നിധ്യത്തിലോ ഗുളിക ഭവനാധിപനായ വ്യാഴമോ ഒന്നുമല്ല. ഇവിടെ ശനി ഗുളിക ഭവനാധിപനായിട്ടുള്ള ശനിയാണ് എന്ന് വെച്ചാൽ ശനിയുടെ ഭവനത്തിൽ ഗുളികൻ വസിക്കുന്നു. 11ലെ ഗുളികൻ നല്ലത് തന്നെയാണ്. പക്ഷേ ശനിയെ ഒരല്പം നേരത്തെ പറഞ്ഞ അപഹാരങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒരധിക ശ്രദ്ധ നിർബന്ധമായും കൊടുത്ത് പോകേണ്ടതും ആണ്. അതേപോലെ തന്നെ ഇദ്ദേഹം വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്, ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഈ ജാതകം വളരെ നല്ലതാണ്. ലാഭകരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഈ ജാതകം വളരെ നല്ലതാണ്. ചിലവുകളെ ഒന്ന് ശ്രദ്ധിക്കണം എന്നതൊഴിച്ചാൽ. അതേപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും 7ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ബുധൻ ശത്രുവായ കുജനോടൊത്ത്, ശക്തനായ ശനിയോടൊത്ത്, സുഹൃത്തായ ശുക്രനോടൊത്ത്, രാഹുവിനോടൊത്ത് നിൽക്കുന്നു. വിവാഹം വളരെയധികം ശ്രദ്ധിച്ചും സൂക്ഷിച്ചും മാത്രമേ ഇത്തരക്കാർ നടത്താവൂ. ചേരുന്ന ഗ്രഹനിലകൾ തന്നെയാണ് ചേർക്കുന്നത് എന്ന് മുൻപരിചയമുണ്ടായി വിവാഹത്തിലേക്ക് എത്തുന്ന സാഹചര്യമാണെങ്കിലും, അതല്ല പ്യൂർലി അറേഞ്ച്ഡ് മാരേജ് എന്ന രീതിയിലുള്ള വിവാഹമാണെങ്കിലും, 2 തന്നെയാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ ജാതകം അതേപോലെ തന്നെ ചേരുന്ന ഗ്രഹനിലയാണ്, അതേപോലെ തന്നെ ചേരുന്ന വ്യക്തിയാണ് എന്നൊക്കെ ഒന്ന് ഉറപ്പാക്കിയിട്ടേ വിവാഹം പോലെയുള്ള കാര്യങ്ങളിലേക്ക് ഇത്തരം ആളുകൾ പോകാവൂ. അതല്ലാത്ത പക്ഷം തർക്ക സാധ്യതകൾക്കുള്ള സാധ്യത 100% എന്നും തിരിച്ചറിയുക. അതിൽ തന്നെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി 7ലേക്കോ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഈ പറയുന്ന 7ാം ഭാവാധിപൻ നിൽക്കുന്നിടത്തേക്ക് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അതിനുള്ള പരിഹാരം നമ്മൾ തന്നെ കണ്ടെത്തിയേ മതിയാവൂ. അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ നേരത്തെ കൂട്ടിയൊക്കെ തന്നെ എടുത്തു പോയി കഴിഞ്ഞാൽ അത്യാവശ്യം വ്യക്തി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക്, ഉയർച്ച സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക്, തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക്, ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക്, ലാഭകരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ നല്ലത് തന്നെയാണ്. എന്നാൽ അവിടെയും വിവാഹം ശ്രദ്ധിക്കേണ്ടതാണ്. കൃത്യമായി പരിഹാരങ്ങൾ എടുത്ത് പോകുന്ന സമയത്തും വിവാഹത്തെക്കുറിച്ച് ഉള്ള ചിന്തകൾ ചേർക്കുന്ന ഗ്രഹനിലകളൊക്കെ അതീവ ശ്രദ്ധ കൊടുത്ത് തന്നെ വേണം എടുക്കാനായിട്ട്. അതല്ലാത്ത പക്ഷം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ ചോതിയാണ് നക്ഷത്രം. രാഹുദശയിൽ ജനിച്ചു. 2016 വരെ രാഹു, അതിനുശേഷം ഇപ്പോഴത്തെ നടപ്പ് ദശ ഗുരു 2032 വരെ, അതിനുശേഷം ശനി 2051 വരെ, അതിനുശേഷം ബുധൻ 2068 വരെ, ശേഷം കേതു, ശുക്രൻ, രവി എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ ഗുരുവിൽ ശുക്രനാണ് 20/11/2023 തൊട്ട് 21/7/2026 വരെ. വ്യാഴദശയിൽ ശുക്രൻ്റെ അപഹാരം. ശുക്രൻ രാഹുവിനോടൊത്താണ് നിൽക്കുന്നത്. അപ്പോൾ ആ സമയത്ത് വരുന്ന എന്തെങ്കിലുമൊക്കെ റിലേഷൻസ്, ബന്ധങ്ങളെ, സൗഹൃദം എല്ലാം തന്നെ ഒരു ശ്രദ്ധ കൊടുത്ത് മുന്നോട്ട് പോകേണ്ടത് തന്നെയാണ്. അതേപോലെ തന്നെ എടുത്തുചാട്ടങ്ങൾ ഒഴിവാക്കേണ്ടതുമാണ്.
ശുക്രൻ്റെ അപകാരത്തിൽ ഇത്തരം ശുക്രനൊക്കെ രാഹുവിനോടൊത്ത് കുജനോടൊത്തൊക്കെ നിൽക്കുന്ന ശുക്രൻ എന്ന് പറയുമ്പോൾ എടുത്തു ചാടുന്നതിനുള്ള അവസരങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവിടെ മിതവ്യയം, അതേപോലെ തന്നെ അമിത ചെലവുകൾ ഒഴിവാക്കുക, അതേപോലെ തന്നെ എടുത്തുചാട്ടം നിർബന്ധമായിട്ടും ഒഴിവാക്കുക. കൃത്യമായിട്ട് പരിഹാരങ്ങളൊക്കെ എടുത്ത് പോയി കഴിഞ്ഞാൽ വ്യാഴദശയിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗ്രഹസ്ഥിതി തന്നെയാണ് ഇതെന്ന് തിരിച്ചറിയുക. പെയ്ഡ് കൺസൾട്ടേഷൻ ആവശ്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.